ഹലോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ചോറ് വയ്യെല്ലാം കഴിഞ്ഞ് പോയി കുളിച്ച് ഒന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം എണിച്ച് വന്നിട്ട് ഇതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് ചായ ഉണ്ടാക്കിനട്ടാ. നമ്മളവിടെ പശു ഉണ്ട് കേട്ടാ. അതിന് പാല് കറക്കണമുണ്ട്, പക്ഷേ ആർക്കും തന്നെ പാൽ ചായ കുടിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. രാവിലെ നാസ്റ്റക്കാന്നുണ്ടെങ്കിലും വൈകുന്നേരം ചായ കുടിക്കാന്നുണ്ടെങ്കിലും നമ്മൾ കട്ടൻ ചായ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ ചായ വെച്ചതിൻ്റെ ശേഷം ഉമ്മയത്തിൽ പണിക്കാരുണ്ട് പറഞ്ഞില്ലേ, അതിൽ ഒരു കാക്ക ഇന്നലെ കുറച്ച് കപ്പ കൊടുന്ന് തന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അത് പൊയിങ്ങിയിട്ട് ഇത് പൊട്ടിക്കണ പരിപാടിയിലാണ് കേട്ടോ ഉമ്മ. എൻ്റെ ചായ വെക്കൽ കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു പാട്ടിയിൽ എനക്കും മോൾക്കുള്ള ചായ എടുത്തിട്ട് വന്നിട്ട് പുറത്തിരുന്നിട്ട് കുടിക്കുകയാണ് കേട്ടോ. ഉപ്പാൻ്റെ ഒരു തോട്ടത്തുനിന്ന് ഇനിയും വന്നിട്ടുണ്ടായിട്ടില്ല കേട്ടാ. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ഇപ്പോൾ ചായ വേണ്ട, ഉപ്പാൻ്റെ ഒരു വന്നിട്ട് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മോളും പുറത്ത് വന്നിരുന്ന് കുടിച്ചതാണ് കേട്ടോ. അപ്പോൾ കുടിച്ചും കൊണ്ടുണ്ടാകുമ്പോൾ ഉമ്മ നട്ട് തക്കാളി ചെടിയിൽ തക്കാളികളെല്ലാം കുറച്ച് വലിയ വലിയതായിന് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ വൈതനങ്ങ ചെടിയിൽ നിന്ന് ഒരു വൈതനങ്ങ ഉമ്മ ഉച്ചയ്ക്ക് പൊട്ടിച്ച് വെച്ചിന് കേട്ടോ. അപ്പം ഞാൻ ചായ കുടിച്ചും കൊണ്ടുണ്ടാകുമ്പോൾ ഉമ്മ അത് ഉച്ചയ്ക്ക് പൊട്ടിച്ച് വെച്ചിനെന്നുള്ളത് കാണിച്ചു തരുമായിരുന്നു കേട്ടോ. ചായ ഫുള്ളായിട്ട് ഒഴിച്ച് വെച്ചിട്ട് അത് കുടിക്കാനുള്ള നേരം ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം അപ്പോഴത്തേക്ക് ഉമ്മ തക്കാളി വലുതായതെല്ലാം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ട് അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായി. പിന്നെ ഇതാ വന്നിട്ട് കപ്പിയും ചായയും ഞാനും മോളും ഫുള്ള് കുടിച്ച് തീർത്ത് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേന് ഉമ്മ ഇതാ മീൻകറി ഉണ്ടാക്കീന്. അപ്പോൾ മീനുണ്ടായാൽ അതിൻ്റെ തലഭാഗവും പിന്നെ വാലിൻ്റെ ഭാഗമെല്ലാം എടുത്തിട്ട് ഒരു കറിയാക്കി, പിന്നെ ബാക്കി നല്ല നല്ല നടുക്കസ്ന ഉണ്ടായത് മസാല തേച്ച് വെച്ചിന് കേട്ടോ. എന്നിട്ട് അങ്ങനെ ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായി. അതിന് ശേഷം ഉപ്പ തോട്ടത്തുനിന്ന് വന്നിട്ട് കളത്തിലേക്ക് പോകാൻ നിൽക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പോകുക എന്ന് പറഞ്ഞപ്പോൾ മോക്കും വാശി ഓക്കും പോകണം എന്നുള്ള കേട്ടോ. അപ്പോൾ ഓളും ഉമ്മാൻ്റെ കൂടെ കളത്തേക്ക് പോയിന്. പിന്നെ അതിൻ്റെ ശേഷം ഇതാ ഉമ്മ മുളക് തേച്ച് വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് കേട്ടോ മീൻ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പൊരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഉപ്പ ഫോണാക്കി പറഞ്ഞ് കളത്തിൽ പണിക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചായ വെക്കുന്നത്. അങ്ങനെ ഇതാ ചായ റെഡിയാക്കുകയാണ് ഞാൻ. പിന്നെ ഇതാ ഈ ജഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുത്തിന് കേട്ടോ. അപ്പോൾ ചൂടൊന്നും നിൽക്കില്ല, എന്നാലും ഇതിപ്പോൾ തന്നെ ഉപ്പ വന്നിട്ട് കൊണ്ടുപോകണം കൊണ്ട് ഞാൻ ആ ജഗ്ഗിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇതാ മീൻ പൊരിക്കലെല്ലാം ഉപ്പ ഇങ്ങോട്ട് ചായ എടുക്കാൻ വന്നപ്പോൾ മോളിനെയും കൊടുന്നിട്ടാ. 6 മണിൻ്റെ ശേഷം മോളിനെ കളത്തിൽ നിർത്തലില്ല. അപ്പോൾ ഉപ്പ ചായ എടുക്കാൻ വന്നപ്പോൾ ഓളും കൂടെ വന്നേ. ഓള് കളത്തേക്ക് പോകണം മുന്നേ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ പോയിട്ട് വരുമ്പോഴത്തേന് ഗ്രേപ്സിൻ്റെ ജ്യൂസ് വാങ്ങി വെക്കുന്നട്ടാ. അപ്പോൾ ഇത് എനക്കും ഓക്കും ഒരേപോലെ ഇഷ്ടമാണ്. ഓക്ക് ഇതിൻ്റെ ജ്യൂസ് ഇഷ്ടമല്ല, അടിയിൽ കിട്ടുന്ന ആ ഗ്രേപ്സ് ഉണ്ടാവില്ലേ അത് തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഓള് വന്നതിൻ്റെ ശേഷം കണ്ണ് മൂടി ഒരു സർപ്രൈസ് തരാം. ഓക്ക് സർപ്രൈസ് കൊടുക്കണമല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു സർപ്രൈസ് തരാൻ പറഞ്ഞിട്ട് ഇത് ഈ ജ്യൂസ് ഉണ്ടായത്